നമസ്കാരം. എല്ലാ പ്രിയർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഈ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം ഉം. അഭിനയിക്കുന്നു, അവതരിപ്പിക്കുന്നു, ഡബിങ് ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. ഞാനൊരു സീരിയലിന്റെ ലൊക്കേഷനിൽ പോയാൽ പോലും അതെനിക്ക് ഇഷ്ടമാണ്. ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ പോയാൽ എനിക്ക് ഇഷ്ടമാണ്. സ്കൂളിൽ ഇന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യം അഭിനയിക്കുന്നത് ഒരു നാടകമൊക്കെ. അതൊക്കെ കൊള്ളത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് സീരിയസ് ആയിട്ട് നാടകങ്ങളൊക്കെ അഭിനയിച്ചു. മുൻഷി എന്ന സോഷ്യോ പൊളിറ്റിക്കൽ സെറ്റയറിലൂടെ വന്ന് അവതാരകൻ, നടൻ എന്നീ പല നിലകളിലും സ്വന്തം സ്ഥാനമുറപ്പിച്ച നമ്മുടെ സ്വന്തം മുൻഷി രഞ്ജിത്താണ് ഇന്ന് ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യവുമായി എന്നോടൊപ്പം. രഞ്ജിത്തേട്ടാ, വെൽക്കം. താങ്ക് യു. പിന്നെ എന്താ പറയുക, രഞ്ജിത്തേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇതിൽ ബ്രാക്കറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാത്തിലും ചാടി ചാടി നടക്കാനല്ലേ? അല്ല, എല്ലാത്തിലും ചാടി ചാടി എന്നല്ല. രഞ്ജിത്തേട്ടൻ്റെ ജേണി ഒരു തനി എൻ വഴി തനി വഴി എന്ന് പറഞ്ഞ പോലത്തെ ഒരു ജേണിയാണ്. അതേ, വേറൊന്നും കൊണ്ടല്ല, ഈ എവിടെ ചെന്ന് നടക്കും ശരിയാകും എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ പാടി നടക്കുക. ഈ കീബോർഡില്ലേ, ഒരു പ്രോഗ്രാമിന് ഒരാൾ ഒരു ബട്ടണിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എപ്പോഴും. അപ്പോൾ സംഘാടകർ വന്ന്, നിങ്ങൾ ഇത്രയും ബട്ടൺ ഉണ്ടായിട്ട് ഇതിൽ തന്നെ പ്രസ് ചെയ്താൽ എങ്ങനെയാണ്? ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ ഇതിനു മുമ്പ് വന്ന പലരും നോക്കുക, അവരെല്ലാത്തിലും ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ. അത് അവർക്ക് യഥാർത്ഥ ബട്ടൺ ഏതാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവരിങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്. വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ബട്ടൺ ഏതാണെന്ന് അറിയാതെ ഞാനിങ്ങനെ പോവുകയാണ്. എവിടെയെങ്കിലും ചെന്ന് സ്റ്റിക്ക് ആവുമായിരിക്കും. അല്ല, രഞ്ജിത്തേട്ടൻ ഇപ്പം വന്ന് മുൻഷിയിൽ കുറച്ച് നല്ല നല്ലൊരു കാലഘട്ടം തന്നെ മുൻഷിയിൽ ആ ഒരു ക്യാരക്ടറായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവുമോ പ്രേക്ഷകർക്ക് അത്? മുൻഷിയിലെ ബാർബർ ഭാഗ്യം. അതെ, കത്രിയഞ്ചി പലരും ജനിച്ചിട്ടില്ലാത്ത ഒരുപാട് പേര് പോയി കാണും. കാരണം ഞാൻ മുൻഷിന്ന് മാറിയിട്ട് തന്നെ 19 വർഷമായിരുന്നു. അപ്പൊ അതൊന്നും അവർക്ക് വേണ്ടി പറയാം. അതെ അതെ, ഞാൻ തന്നെ പറയണോ റാണി പറയൂ? അല്ല, അത് രഞ്ജിത്തേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് എങ്ങനെയാണ് ആങ്കറിങ്ങിലേക്കാണോ ആക്ടിങ്ങിലേക്കാണോ എന്തിലേക്കാണോ ആ ഒരു ടേൺ വന്നത്? മുൻഷിയിൽ നിന്ന് മാറിപ്പോവാനൊരു മുൻഷിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞത്, മുൻഷിൽ ചെയ്യുന്ന സമയത്ത് 23 വർഷമാണ്. അതായത് 2000 സെപ്റ്റംബർ 10-നാണ് മുൻഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 23 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ മുൻഷിയിലേക്ക് വരുന്നത്, 22 വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് നമ്മൾ കുറച്ച് പ്രായക്കുറവാണ്. അവിടെ മുൻഷിയിൽ ഉണ്ടായിരുന്ന 10 പേരിൽ ഏജ് കുറഞ്ഞ ഒരു 3-4 പേരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് വേറെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞ് മാറണമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഒരു 1000 എപ്പിസോഡ് ആയപ്പോഴാണ് അതിൽ നിന്ന് മാറുന്നത്. അപ്പോൾ പക്ഷേ അതിൽ മാറുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് മുന്നിൽ കിട്ടിയിട്ടൊന്നുമല്ല മാറുന്നത്. 1000 ആകുമ്പോൾ മാറാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഭാഗ്യം, അത് കഴിയുമ്പോൾ ഒരു മാർച്ച് 10-ന് മറ്റാണ് മാറുന്നത്. ഏപ്രിൽ 14-ന് വിഷുവിൻ്റെ സമയത്ത് തന്നെ പുതിയൊരു പ്രോഗ്രാം എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അത് ആങ്കർ ചെയ്യുന്നതാണ്, മിസ്റ്റർ ഇസഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. അപ്പോൾ അത് അങ്ങനെ ആങ്കറിങ്. അത് കഴിഞ്ഞ് പിന്നെ സീരിയൽസ് കിട്ടി. ആലിപ്പഴം പോലുള്ള കുറച്ച് സീരിയൽസ് വന്നു. അതൊക്കെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളാണ് ചെയ്തത്. എവിടെ വെച്ചോ എന്തോ കോമഡിയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരു കോമഡിക്കാരൻ എന്നൊരു പേര് തലയിൽ വന്ന് വീണു. ശരിയാണ്, ഇപ്പൊ പറയുമ്പോഴാണ് ആലിപ്പഴത്തിന്റെ ഒക്കെ കാര്യം പോലും സത്യത്തിൽ ഓർമ്മ വരുന്നത്. ആലിപ്പഴത്തിലൊക്കെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല ക്യാരക്ടറൊക്കെയാണ് ചെയ്തത്. പിന്നെ കോമഡി കുറച്ച് സ്കിറ്റുകളൊക്കെ വന്നപ്പോഴത്തേക്ക് കോമഡിയിലൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്നുള്ള ലൈനിൽ വന്നു. ഇപ്പോൾ പക്ഷേ ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഒരു റീ എൻട്രി പോലെ ഞാൻ വന്നപ്പോഴാണ് കുറച്ച് നല്ല വേഷങ്ങൾ. ഇപ്പം മിസ്സസ് ഹിറ്റ്ലറിലെ അച്ഛൻ കഥാപാത്രമൊക്കെ കിട്ടുന്നു. സുധാകരൻ നായർ, നിസ്സഹായനായ അച്ഛൻ, നിസ്സഹായത അഭിനയിച്ച് ഒരു വഴിക്കായി. അപ്പൊ ഇതിന്റെ ഇടയിൽ വന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് മനഃപൂർവ്വം എടുത്തതാണോ അതോ അങ്ങനെ സംഭവിച്ചു പോയതാണോ? പുറത്തൊക്കെ പ്രോഗ്രാം ചെയ്യാൻ അങ്ങനെ എന്തൊക്കെയോ ചെയ്തോണ്ടിരുന്നല്ലോ ആ സമയത്ത്. അത് എനിക്ക് ചെറിയൊരു അഹങ്കാരം ഉള്ളിൽ തോന്നി. കാരണം എന്താണെന്ന് അറിയാമോ? അഹങ്കാരം എന്ന് പറഞ്ഞ് ഞാനത് എന്നെക്കുറിച്ച് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ താരോത്സവത്തിൽ ഞാനൊരു സോളോ പെർഫോമൻസ് ചെയ്തു. അത് റാണിയൊക്കെ, ആ വീഡിയോയിൽ റാണി എപ്പോഴും ഉണ്ടല്ലോ. അതെ, അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് പ്രശംസിച്ചു. അപ്പം അത് മാത്രമല്ല, അന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഈ ആക്ടിങ്ങിൽ. ഞാൻ വെറുതെ ആഗ്രഹം കൊണ്ട്, പഠിക്കുന്ന സമയത്ത് ആഗ്രഹം കൊണ്ട് അവൻ നടനാവണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലതൊക്കെ ചെയ്യാൻ നമുക്കും പറ്റുമെന്ന് ഞാനും തന്നെ റിയലൈസ് ചെയ്ത് അങ്ങനത്തെ ഉള്ള ചില പെർഫോമൻസിലാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കിട്ടുന്ന വേഷങ്ങളെങ്കിലും കുറച്ച് നല്ലത് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോഴും വല്ല വേലക്കാരനും അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ്, അത് പാൻറ്റിടാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നാൾ അങ്ങനെ അഭിനയിക്കണ്ട,
അങ്ങനെ പക്ഷേ മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഒരു സ്വന്തം പ്രൊഡക്ഷൻ പോലെ സ്വന്തമായിട്ടൊരു പ്രോഗ്രാം, ഒരു സ്ലോട്ട് എടുത്തിട്ട് ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം ചെയ്തു. അങ്ങനെയാണ് കുറച്ച് നാൾ ട്രാവൽ ചെയ്യാൻ പറ്റി. അത് വേറൊരു തരത്തിൽ എനിക്ക് ഗുണം ചെയ്തു. ഞാൻ 7 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഈ രാജ്യങ്ങൾ സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ദുബായി പോയാൽ നമ്മളവിടെ നിന്ന് ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുക്കുന്നതല്ല. ഞാൻ അവിടെ പോകുന്നത് പോലെ തന്നെ അതിനപ്പുറമുള്ള സാധാരണ ജീവിതങ്ങൾ കാണാനും അവിടുത്തെ ലേബർ ക്യാമ്പുകളിലൊക്കെ പോവുകയും അല്ലാതുള്ളവരുടെ പലരുടെയും വീടുകളിലേക്ക് പോയി ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവിടുത്തെ ലൈഫൊക്കെ കുറേ മനസ്സിലാക്കാനും അവരുടെ കാഴ്ചപ്പാടുകൾ അറിയാനും ഒക്കെ എനിക്ക് പറ്റി. ആ യാത്രകൾ എനിക്ക് കുറേ ഗുണം ചെയ്തു. ഒരുപാട് പുസ്തകങ്ങൾ. പക്ഷേ സോറി ടു ഇന്റർഫിയർ, ഒരു പക്ഷേ അത്തരം യാത്രകളാന്ന് തോന്നുന്നു രഞ്ജിത്തേട്ടന് ഒരു ഡോക്ടറേറ്റ് അല്ലേ, ഒരു ഡോക്ടറേറ്റും ഒക്കെ അതും കിട്ടി. അതെ, അതും കിട്ടി. ഞാൻ ഈ പറഞ്ഞ ഈ ഡോക്ടറേറ്റ് കിട്ടുന്നത് ഇപ്പൊ ഒരു വലിയ സംഭവം അല്ലാത്ത കാരണം ഞാനത് വലിയ പരസ്യമാക്കിയില്ല. അല്ല, ഇപ്പൊ എനിക്കത് രഞ്ജിത്തേട്ടൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ രഞ്ജിത്തേട്ടൻ ഇങ്ങനെയാണ് രഞ്ജിത്തേട്ടൻ്റെ ജേണി. കാരണം താരോത്സവത്തിന്റെ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷെ അപ്പൊ തൊട്ട് രഞ്ജിത്തേട്ടൻ്റെ ഓരോ യാത്രകളും നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് പേരുടെ നല്ല മനസ്സിൽ, നല്ല ആളുകളുടെ മനസ്സിൽ ഇടം നേടാൻ പറ്റി. ഒരുപാട് നല്ല ബന്ധങ്ങൾ കുറച്ച് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ എപ്പോഴും രഞ്ജിത്ത് എന്ന വ്യക്തിയെക്കാളും ഞാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൂടെ എനിക്ക് അടുക്കാൻ പറ്റിയിട്ടുള്ളൂ. വ്യക്തി എന്ന രീതിയിൽ അടുക്കാൻ പറ്റിയ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. കാരണം ഞാനുമായിട്ട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ രഞ്ജിത്തിന്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാകത്തുള്ളൂ. ഞാൻ എൻ്റെ ചിന്തകൾ എന്താണെന്നൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര്, പെർഫോമൻസിലൂടെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര്, ഇതിനൊക്കെ ഉപരി ഇതെല്ലാം എൻ്റെ ഈ നാവ് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നതും പെർഫോമൻസ് എല്ലാം നാക്കിലൂടെ. ഈ നാക്ക് കൊണ്ട് തന്നെ കുറേ ശത്രുക്കൾ ഒരു സൈഡിൽ കൂടെ. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ലൈഫ്. പിന്നെ ഈ റാണി നേരത്തെ പറഞ്ഞ പോലെ ഈ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് ചെയ്യുന്നതെല്ലാം. അഭിനയിക്കുന്നു, അവതരിപ്പിക്കുന്നു, ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ 4 ജോലികൾ പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട്. ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. ഞാനൊരു സീരിയലിൻ്റെ ലൊക്കേഷനിൽ പോയാൽ പോലും അതെനിക്ക് ഇഷ്ടമാണ്. ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ പോയാൽ എനിക്കിഷ്ടമാണ്. ഞാൻ ചെയ്യണമെന്നില്ല. ഇതെല്ലാം ആസ്വദിക്കുക, ഇഷ്ടപ്പെടുക, അങ്ങനെ പോവുകയാണ്. വരുമാനം കിട്ടുന്നത് മാത്രമല്ല എനിക്കിഷ്ടമുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും രഞ്ജിത്തേട്ടൻ? കാരണം ഇപ്പോൾ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നാടകത്തിലൂടെ വരുന്നു, സിനിമയിലോ സീരിയലിലോ നടൻ എന്ന രീതിയിൽ അടയാളപ്പെടുന്നു, അങ്ങനെ ആളുകൾ പോവാറുണ്ട്. പക്ഷെ ഇപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ കേസിൽ രഞ്ജിത്തേട്ടൻ ഈ പറഞ്ഞ പോലെ പല മേഖലകളിൽ എല്ലായിടത്തും എവിടെ നോക്കിയാലും നമ്മൾ കുമ്പിടിയെ കൊണ്ട് പറഞ്ഞ പോലെ എവിടെ നോക്കിയാലും രഞ്ജിത്തേട്ടനുണ്ട് അല്ലേ. എല്ലാ മേഖലയിലും രഞ്ജിത്തേട്ടൻ പറ്റുന്ന രീതിയിൽ അവനവന് പറ്റുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തുടക്കത്തിൽ രഞ്ജിത്തേട്ടൻ്റെ ഈ ടേസ്റ്റുകൾ എങ്ങനെ ആയിരിക്കും അത് രൂപപ്പെട്ടത്, ഈ കലയുമായിട്ടുള്ളൊരു ബന്ധം? കലയുമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ച തഴവ എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി തഴവ എന്ന് പറഞ്ഞാൽ തഴവ സ്കൂളിൻ്റെ മതിലിലൊട്ടിച്ച് ജയൻ്റെ സിനിമകളുടെ പോസ്റ്ററുകളാണ് എന്നെ വഴി തെറ്റിച്ച്. 1 2 അടുത്തുള്ള ഒരു SAG തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ, അവിടെ പോയി സിനിമ കാണാൻ അച്ഛൻ മാസത്തിലൊരു സിനിമ അനുവദിക്കുമായിരുന്നു. അങ്ങനെ സിനിമ കണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ വഴി തെറ്റിച്ച് ഇതിലേക്ക്. ജയൻ മരിച്ച സമയത്ത് ഞാൻ ഒരു പഴയ നോട്ട്ബുക്ക് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് നാനയിൽ നിന്നൊക്കെ വന്ന ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുസ്തകം എന്നുള്ള രീതിയിൽ കുറേ ഒരു ആൽബം പോലെയൊക്കെ സൂക്ഷിച്ചിരുന്നു. അത് എൻ്റെ ഈ യാത്രയ്ക്കിടയിൽ അത് മിസ്സായി. അപ്പം അതാണ് പിന്നെ കലയുമായിട്ട് എനിക്ക് അഭിനയ രംഗത്തേക്കുള്ള താല്പര്യം. അതിനും അപ്പോഴൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല. സ്കൂളിൽ എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യം അഭിനയിക്കുന്നത് തന്നെ ഒരു നാടകമൊക്കെ. അതൊക്കെ കൊള്ളത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് സീരിയസ് ആയിട്ട് നാടകങ്ങളൊക്കെ അഭിനയിച്ചു. പിന്നെ അച്ഛൻ വളരെ പ്രോത്സാഹനമായിരുന്നു. പ്രോത്സാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ പോയെന്നോ അല്ലെ നാടകത്തിൽ അഭിനയിക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറ്റത്തില്ല, ഭക്ഷണം തരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വാശിയായിട്ട് കിടന്നു മനസ്സിൽ. അങ്ങനെ അച്ഛൻ അറിയാതെ അഭിനയിക്കും. അങ്ങനെയൊക്കെ ഒരു അഭിനയ രംഗത്തേക്ക് ഒരു താല്പര്യം തോന്നി. അങ്ങനെയാണ്. പിന്നെ ഈ 4 കാര്യങ്ങൾ, ഇപ്പോൾ 3-4 കാര്യങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, ശരിക്കും അത് പാടില്ലാത്ത എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരും. നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അവിടെ നമുക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ ഇത് 4 അല്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഞാനിത് ചെയ്യുകയും വേറൊരു ബിസിനസ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത് പോയാൽ പല കാര്യങ്ങളിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കല ബന്ധപ്പെട്ടതായതുകൊണ്ട് അതങ്ങനെ ചെയ്യാം. ഞാൻ ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തും ചെയ്യും സുമാരൻ. എനിക്ക് സ്വന്തം ക്യാമറ ഉണ്ട്. ഞാൻ ക്യാമറ വർക്ക് ചെയ്യും. ഞാൻ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ക്യാമറമാനെ കൂടെ കൊണ്ടുപോകണ്ടല്ലോ. അത് നല്ലൊരു ഐഡിയ. ആഫ്രിക്കയിൽ പോയി, മലാവിയിൽ പോയി, അവിടുത്തെ കുറെ ആളുകളെ കണ്ടു. കുറേ കാര്യങ്ങളാണ്. ഈ പുസ്തകം വായിക്കുന്നതിനേക്കാളും അനുഭവങ്ങളാണ് നമുക്ക്
ഇത് കിട്ടുമ്പോൾ, യാത്രയിലൂടെ കിട്ടുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ പിന്നെ ഡബ്ബിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ 777 ചാർലി എന്ന് പറയുന്ന സിനിമ കാണുന്നവരെ എനിക്കറിയില്ലായിരുന്നു രഞ്ജിത്തേട്ടൻ ഇതുപോലെ ഡബ്ബിങ്. അപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോയപ്പോൾ ഞാൻ ഈ ഡോക്ടറുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഏട്ടനെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഏട്ടൻ ആ നോട്ടം കണ്ട് അറിയാലോ എന്തിനാ ഞാൻ ഈ നോക്കണം. അപ്പോൾ ഏട്ടൻ അതെ രഞ്ജിത്താണ് എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പം ഒന്നാമത് ആ ക്യാരക്ടർ ശരിക്കും അത് രഞ്ജിത്തേട്ടനാ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. എനിക്ക് ആ ഡോക്ടർ തന്നെ ഇവിടെ വന്ന് മലയാളത്തിൽ സംസാരിച്ച പോലെയാണ് ആ ഫീൽ. അത് എന്നെ പോലെ ഒരു വൃത്തിയായിട്ട ശബ്ദത്തിന് പറ്റിയ ഒരു വൃത്തിയായിട്ട മുഖമായിരുന്നതുകൊണ്ടാണ് അത് മാച്ചായതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ശരിക്കും ശരണും ഞാനും പലയിടത്തും തമ്മിൽ പല സിനിമയിലും ഒരുമിച്ചിട്ടുണ്ട്. ഡബ്ബിങ് സിനിമകളിൽ നായകൻ അദ്ദേഹമാണെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾ ഞാനായിരിക്കും ഡബ് ചെയ്യുന്നത്. രണ്ടുപേരും രണ്ട് സമയത്ത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കാണാറില്ല. പക്ഷേ ഇവിടെ ഒരു ദിവസം കണ്ടു, ഞങ്ങൾ ചെറിയ കറക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ചെയ്യേണ്ടി വന്നു. അന്നാണ് കണ്ടത്. രണ്ട് സമയത്താണ് ഡബ് ചെയ്തെങ്കിലും അത് നല്ല ഒരുപാട് പേര് എന്നെ വിളിച്ചു, ശബ്ദം കേട്ടിട്ട് എന്നെ വിളിച്ചു. ആ സിനിമ തന്നെ കേരളത്തിൽ 50 ദിവസത്തോളം ഓടി. അപ്പൊ പലരും കേട്ടിട്ട് വിളിച്ച് രഞ്ജിത്താണ് ഡബ് ചെയ്തത്. അപ്പൊ എപ്പോ തൊട്ടാണ് രഞ്ജിത്തേട്ടൻ ഈ ഡബ്ബിങ്ങിലേക്ക്? മുൻഷിയുടെ സമയത്ത് മുതലേ ഡബ് ചെയ്യും. കാരണം മുൻഷി ചെയ്യുമ്പോൾ നമുക്ക് വേറെ അഭിനയിക്കാൻ പാടില്ല എന്നൊരു. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ബാക്കി സമയം ഫ്രീ ആയിരിക്കില്ലേ. അപ്പൊ അന്ന് ആ കാലത്ത് ഞാൻ സീരിയൽസ് ഒക്കെ ഡബ് ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ഡബിങ്ങിൽ മുൻഷിയും ഡബ് ചെയ്യണം. അങ്ങനെ ഡബിങ് നമ്മളൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ചെയ്തു. ഞാൻ അച്ഛൻ്റെ കൊച്ചുമകൾ എന്ന് പറഞ്ഞിട്ട് രാജൻ പി ദേവ് ഡയറക്ട് ചെയ്തൊരു ഫിലിം, അതിന്റെ നായകനാണ് ആദ്യം ഡബ് ചെയ്ത് സിനിമയിലേക്കും ഡബ് ചെയ്യുന്നത്. പിന്നെ ഈ സിനിമാ സംഘടനകളും ഒക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അതിൽ അങ്ങനെ ഡബിങ് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തതുകൊണ്ട് അങ്ങനെ സ്റ്റേറ്റ് പടങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോഴും ആക്ടിങ് എന്നുള്ള രീതിയിൽ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് ഡബിങ് ഫെഫ്ക ഡബിങ് യൂണിയനിലൊന്നും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്റ്റേറ്റ് പടം ചെയ്യാൻ പറ്റാറില്ല, ആരും വിളിക്കാറുമില്ല. പക്ഷെ ഡബിങ് പിക്ചറുകൾ ചെയ്യാം. അത് ചിലര് ഈ ചില ക്യാരക്ടേഴ്സിന് സ്ഥിരമായിട്ട് എന്നെ വിളിക്കാറുണ്ട്. നായകന്റെ കൂടെ നിൽക്കുന്ന അല്പം ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ അതിനെന്നെ വിളിക്കാറുണ്ട് സ്ഥിരമായിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രഞ്ജിത്തേട്ടൻ ഒരു എന്താ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ലെസ് യൂട്ടിലൈസ്ഡ് ആക്ടറാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു സമയം കൊണ്ട് ഒരു പക്ഷേ കുറച്ച് കൂടുതൽ രഞ്ജിത്തേട്ടന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ താരോത്സവത്തിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും രഞ്ജിത്തേട്ടൻ എന്നൊരാളെ കുറച്ചുകൂടി നമുക്ക് അറിയുന്നതുകൊണ്ടായിരിക്കും അത് ഒരു പക്ഷേ രഞ്ജിത്തേട്ടൻ്റെ ഭാഗത്തുനിന്ന് അതിന് വേണ്ടുന്ന ഒരു എഫേർട്ട് അങ്ങനെ ഇല്ലാതെ പോയിട്ടാണോ? എന്തുകൊണ്ടായിരിക്കും രഞ്ജിത്തേട്ടൻ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇപ്പം നേരത്തെ പറഞ്ഞു കല്യാണം കഴിയുന്നു, കുടുംബമാവുന്നു, അപ്പോൾ നമ്മൾ ലൈഫും ചിന്തിക്കണമല്ലോ, അപ്പോൾ മീഡിയ ആയിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അപ്പോൾ അങ്ങനത്തെ ഒരു മാറി നിൽക്കൽ കൊണ്ടായിരുന്നിരിക്കുമോ അതോ? അല്ല, അത് ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് നമ്മളെ കുറിച്ചൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിക്കപ്പുറം ഒരാളുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പറ്റില്ല. പട്ടിണിയാണ് കേട്ടോ, കൊച്ചിന് മരുന്ന് വയ്യാൻ കാശില്ല, എന്തെങ്കിലും തരണം എന്നങ്ങനെ ചോദിക്കാനൊന്നും നമ്മുടെ മനസ്സനുവദിക്കത്തില്ല നമ്മളെ. അതിനു മുമ്പ് വിവാഹത്തിന് മുമ്പായാൽ പോലും നമ്മൾ അത്യാവശ്യം പഠിച്ചൊക്കെ കഴിഞ്ഞ് ഒരാളുടെ അടുത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമുണ്ടെന്ന് എനിക്കും. ഞാൻ സിനിമ ഇതുപോലൊരു ഹോട്ടൽ റൂമിൽ ഒരു വലിയ ഡയറക്ടർ അടുത്ത്, അക്കാലത്തും ഇപ്പോഴും നല്ല ഡയറക്ടറിൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചു പോകുക. അദ്ദേഹം ഞാൻ മുൻഷിയിലുള്ള സമയമാണ്, മുൻഷി ഒക്കെ കണ്ടതുകൊണ്ട് നമുക്ക് ഇരിക്കാനൊരു സ്ഥലം തന്നെ അകത്തോട്ട് കയറി. സാധാരണ സംവിധായകരുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാൻസ് ചോദിച്ചു പോവാണ്, ഡോർ തുറന്നിട്ട് എന്താ ഞാൻ ഇന്നയാളാണ്, ഞാൻ ചെയ്യാൻ കേട്ടോ, നമുക്ക് അടുത്തൊരു പടം വരട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വിടാറാണ് പതിവ്. ഇത് മുൻഷിയൊക്കെ ഉള്ളവൻ അദ്ദേഹം വിളിച്ചിരുത്തി സംസാരിച്ചു. വെറുതെ ഇരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, മലയാള സിനിമ ചെമ്മീന് ശേഷം വലുതായിട്ടൊന്നും വളർന്നിട്ടില്ല എന്ന്. അപ്പോൾ പുള്ളിയുടെ എൻ്റെ ഒരാവശ്യമില്ല ഇത് പറയണ്ടേ, ചെമ്മീന് ശേഷമൊക്കെ ഒരുപാട് വളർന്നു എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷേ ഞാൻ പിന്നെ ബേസിക്കലി ആലോചിക്കുമ്പോൾ അക്കാലത്ത് വേണമെങ്കിൽ അത് പറഞ്ഞാൽ തെറ്റില്ല എന്നുള്ളൊരു ചിന്തയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാലോചിച്ചാണ് പിന്നെ ഞാനൊക്കെ പിന്നെ എന്തുകൂടാ ചെയ്തത്, ഇത്രയും നാളിവിടെ സിനിമ എല്ലാടാ ചെയ്തതെന്ന് ചിന്തിച്ചാണ് അദ്ദേഹം. അന്നും അതിനുശേഷവും ഇപ്പോഴും എനിക്കൊരു അവസരം തന്നിട്ടില്ല. അപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉള്ളിലുള്ളത് അങ്ങ് പറയും. അപ്പോൾ അത് കാരണം എനിക്ക് വേഷം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇയാളെന്നെ ഇറക്കി വിടുമോ, അത് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ എൻ്റെ മക്കളെ അത് ബാധിക്കുമോ, ഇതൊന്നും അന്നേരം നമ്മൾ നോക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ആർക്കും ഒരു ദ്രോഹവും ഇല്ല. മലയാള സിനിമ ചെമ്മീന് ശേഷം വലുതായിട്ടൊന്നും വളർന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് സിനിമയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, രഞ്ജിത്തിന് അത് കേട്ടിരിക്കുന്ന ആളിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ ഞാനത് അങ്ങ് പറയും, അതിൻ്റെ ഒരു കുഴപ്പമാണ് അത് കാര്യം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ ചെയ്തു തീർന്നത് വരെ നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് വിവാഹത്തിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ കുഴപ്പമല്ല. നമ്മൾ പിന്നെ ഫോക്കസ് കുറച്ച് ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. നമ്മളൊരു ഫാമിലി മാൻ ആണെങ്കിൽ, കുടുംബം എനിക്ക് വേണമെന്നുള്ള ഒരാളാണെങ്കിൽ അറ്റൻഷൻ ഞാൻ ഇവിടെ കൊടുത്തേ പറ്റൂ.
ഞാനിപ്പോൾ ഒരു സത്യനന്ദിക്കാടിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈഫ് വിളിച്ച് പറയാണ് ഗ്യാസ് തീർന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാസിനല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. അപ്പോൾ സത്യനന്ദിക്കാടിന് എൻ്റെ ചാൻസിന് വേണ്ടി കൊടുക്കും. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അവിടത്തേക്ക് വരും. പിന്നെ മക്കളുടെ കാര്യങ്ങൾ. അപ്പം നമുക്ക് കൂടുതലും അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനില്ല. ഇനി സമയം കിട്ടിയാൽ തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് തല ചൊറിയാൻ കുറേ ഒരു പരിധിക്കപ്പുറം പറ്റുകയുമില്ല. ഇത് എല്ലാം നമ്മളെ ബാധിക്കും. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ, എന്നിലേക്കൊക്കെ വരുമായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലൊക്കെ ഇരിക്കും എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരിക്കുന്നില്ല. നിങ്ങൾ ഒരു ആക്ടർ ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ജിമ്മിൽ പോകണം, ബ്യൂട്ടി പാർലറിൽ പോകണമെന്നൊന്നും തന്നെയല്ല ഞാൻ കരുതുന്നത്. നമ്മൾ അതിനുവേണ്ടി ഉള്ളൊരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വായനകൾ, കുറച്ച് നല്ല സിനിമകൾ കാണൽ, അങ്ങനെ നമ്മൾ എപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഒരു അവസരം നമ്മുടെ തലയിലോട്ട് വന്ന് കിട്ടിയാൽ അതിനെ അങ്ങ് പരമാവധി അങ്ങ് ചെയ്ത് നന്നാക്കുക. ഒരു കോമഡിക്കാരൻ എന്ന് പറഞ്ഞ് നടന്ന ഒരു നാളാണ് ഞാൻ. ഒരു ഈ ഹിറ്റ്ലർ സീരിയലിൽ ഗ്ലിസറിൻ ഇല്ലാതെ കരയുന്ന ആണായാലും പെണ്ണായാലും ഒരു നടൻ ഇപ്പൊ ഞാനാണ്. അല്ല, ഗ്ലിസറില്ലാതെ ഒരാൾ ഞാനാണ്. ഗ്ലിസറില്ലാതെ കരയേണ്ടി വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് സീരിയൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഡയറക്ടർ തന്നെ പറയും ഇച്ചിരി ഗ്ലിസറിൻ കൊടുത്തതെന്ന് പറയും ആദ്യമേ തന്നെ. എനിക്ക് ഗ്ലിസറിൻ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും വേണ്ട, സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഡയലോഗിലേക്ക് അങ്ങ് പോകും. അപ്പോൾ അതങ്ങ് പരമാവധി നമ്മളങ്ങ് ഇൻവോൾവ് ചെയ്തങ്ങ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതിനകത്ത് ഈ കിട്ടാത്തതിന്റെ ഇപ്പൊ ലെസ് യൂസ്ഡ് ആക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അല്ല ശരിക്കും. അപ്പൊ ഇപ്പൊ പക്ഷെ കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ ചില പടങ്ങൾ എങ്കിലും എനിക്ക് അങ്ങനെ ഒരു അതാരെങ്കിലും കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നോണ്ടാണോ? ചെമ്മീന് ശേഷം സിനിമ വളർന്നു മിണ്ടാതിരിക്കുകയും. അല്ല, ഇപ്പോൾ ജല്ലിക്കെട്ട് പോലുള്ള സിനിമകളൊക്കെ നമ്മൾ അമ്പരിപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അക്കാലത്ത് ഞാൻ പറഞ്ഞതിനകത്ത് വലിയ തെറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ സിനിമകൾ കുറച്ച് ബന്ധങ്ങളുടെ കൂടെ കൊച്ചു സിനിമകളിലൊക്കെ വരുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും എന്നിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു സ്പേസിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സിനിമ എനിക്ക് വരുമായിരിക്കും. ഞാൻ അത് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിനകത്തൊക്കെ ഒരു കാര്യമുള്ളത്, നമുക്ക് നമ്മുടെ യഥാർത്ഥ സമയത്തൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞിട്ട് ഇതൊന്നും കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഗുണം എൻ്റെ കുടുംബത്തിനില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളും കൂടാണ് ഞാൻ. എല്ലാവരും പറയും രഞ്ജിത്തിന്റെ സമയമായിട്ടില്ല, എൻ്റെ സമയം ഒന്ന് 70 വയസ്സ് കഴിഞ്ഞിട്ട് ഈ സമയം വന്നിട്ട് മോൻ പഠിക്കുന്ന സമയത്തല്ലേ അവനാഹാരം വാങ്ങിച്ചു കൊടുക്കേണ്ടത് അല്ല എന്ന് വിചാരിക്കുന്ന കൂട്ടത്തില്. അപ്പൊ അത് കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ലെങ്കിൽ അത് എൻ്റെയും കൂടെ കുഴപ്പമാണ്. അത് വേറെ ആരും തരാത്തതുകൊണ്ട് അയാൾ എന്നെ വിളിച്ചില്ല, അയാളെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് കഥയില്ല. എൻ്റെയും കൂടെ കുഴപ്പമുണ്ട്. ഇപ്പൊ പിന്നെ രഞ്ജിത്തേട്ടൻ അങ്ങനെ പുതിയ സിനിമ എല്ലാ സിനിമകളും വാച്ച് ചെയ്യുന്നതും അല്ലെ, അപ്ഡേറ്റഡ് ആയിരിക്കുന്ന ഒരാൾ, അതെനിക്കറിയാം. അപ്പോൾ ഇപ്പോഴത്തെ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനും അങ്ങനെ ശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ ഒരു വിസിബിലിറ്റിയിൽ വരാൻ ശ്രമിക്കുക, അങ്ങനെ ചെയ്യാറുണ്ടോ? കഴിയുന്നതും ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഹോം സിനിമയുടെ ഡയറക്ടർ റോജിനെ മീറ്റ് ചെയ്തിരുന്നു. അയാൾ നല്ല പയ്യന്മാരാണ് അവരൊക്കെ. എനിക്ക് സന്തോഷം തോന്നിയ കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. മുമ്പ് നമ്മളൊരു ആളുടെ അടുത്ത് ഒരു നടനായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു സംവിധാനം കാണാൻ ചെല്ലുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമേ ഉള്ളൂ, അടുത്ത ഒരു വേഷം എനിക്ക് തരണേ. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും അതിൻ്റെ പിന്നിൽ അന്തരർത്ഥം അതാണ്. അപ്പോൾ ഇയാൾക്ക് പറയാം മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഊഹിക്കാവുന്നേ ഉള്ളൂ, എന്തെങ്കിലും ഒരു വേഷത്തിനായിരിക്കും. പക്ഷേ ഞാൻ ചെന്ന് വാചേട്ടാ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി ഒരു 10-15 മിനിറ്റ് സംസാരിക്കുകയും അവിടെ. പക്ഷേ ഞാൻ ചെമ്മീൻ്റെ കഥ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചും കുറേ പൊതുവേ ഉള്ള സിനിമ, ഇപ്പോൾ കത്തനാർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോകണത്, അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അവർ അങ്ങനെ നമ്മളെ കൂടെ ഇരുത്തി സംസാരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്. ആ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട്. അവസരം ചോദിച്ചു വരുന്ന ഒരാളിനെ അതിലിന് പുറത്ത് നിർത്തി പറഞ്ഞു വിടാതെ കൂടെ ഇരുത്തി സംസാരിച്ചിട്ട് തരുമോ ഇല്ലയോ എന്നുള്ളത്, എനിക്ക് തന്നില്ലെങ്കിലും ചിലപ്പോൾ മനസ്സിൽ വിഷമം തോന്നത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട പലരും. പിന്നെ എനിക്ക് ശേഷം എൻ്റെ കൂടെയൊക്കെ പ്രോഗ്രാമിൽ ആദ്യം ടി വിയിൽ മുഖം കാണിച്ച പലരും ഇന്ന് സംവിധായകരും ക്യാമറാമാരും പിന്നെ എഡിറ്റർമാരും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ എന്നെ സഹായിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രതീക്ഷ. അതെ, പുതിയ പ്രതീക്ഷ പുലർത്തുക. അത് ഇപ്പൊ ഇന്നാള് നമ്മള് സംസാരിക്കുമ്പോൾ രഞ്ജിത്തേട്ടൻ്റെ ആയി എന്ന് ഉറപ്പിച്ചൊരു സ്പേസ് രഞ്ജിത്തേട്ടൻ്റെ അല്ലാതായി മാറിയൊരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ പിന്നെ രഞ്ജിത്തേട്ടൻ എന്നോട് ഉപയോഗിച്ചൊരു വാചകമുണ്ട്, ഞാൻ ഒന്നിൻ്റെയും ബാധ്യതകളെ കുറിച്ച് ചിന്തിക്കാറില്ല, സാധ്യതകളെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു ഫീലാണോ കാര്യങ്ങൾ ഇത്ര സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ? ചിലർ പറയാറുണ്ട് ഇത്രയും ശ്രമിച്ചു ഞാൻ, ഞാൻ മടുത്തുപോയി, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വിഷമിച്ചു, എനിക്ക് കുറേ റിജക്ഷൻസ് വന്നു. അങ്ങനെ ഒരു ഡൗൺ ആവുന്നത് ഞാൻ രഞ്ജിതനെ കണ്ടിട്ടേ ഇല്ല. ഡൗൺ ആവാറുണ്ട്, കാരണം നമ്മൾ എല്ലാ മനുഷ്യരല്ലേ. അല്ല, മേ ബി പേഴ്സണൽ സ്പേസിൽ ഉണ്ടാവുമായിരിക്കും, നിമിഷങ്ങളിൽ നമ്മൾ ഡൗൺ ആകും. പക്ഷേ അതിനപ്പുറം നമ്മൾ അതിനൊന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാത്തിനെയും സാധ്യതയായിട്ട് കാണണം. ഇപ്പൊ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ അഭിമുഖീകരിച്ചു. കോവിഡ് സമയത്ത് നമ്മൾ ഒരുപാട് സാധ്യതകൾ വേറെ തരത്തിൽ കണ്ടു. ഞാൻ സ്വന്തമാക്കി, ഞാൻ ആഗ്രഹിച്ച് എൻ്റെ 2 മക്കളാണ് എൻ്റെ ഏറ്റവും പ്രധാന സമ്പാദ്യം. 3ാമത്തെ സമ്പാദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീടാണ് എന്ന് ഞാൻ പറയും. ഞാൻ തിരുവനന്തപുരത്ത് വെച്ച വീട്, ആ വീട് ഉപേക്ഷിച്ച്
ഉപേക്ഷിച്ചിട്ട് മീൻസ് ഇപ്പോൾ പൂട്ടിയിട്ടിട്ട് എറണാകുളത്ത് വന്ന് റെന്റിന് താമസിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ അതും ഞാനൊരു സാധ്യതയായിട്ടാണ് കാണുന്നത്. വീട് പോയതിൻ്റെ വിഷമം, വീട് പോയെന്നല്ല, അവിടെ നിന്ന് മാറേണ്ടി വന്നതിലുള്ള വിഷമമൊന്നുമല്ല. എറണാകുളത്ത് മറ്റു സാധ്യതകൾ എന്തെങ്കിലും കാണാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇപ്പോൾ റാണിയുടെ മുമ്പിൽ വന്ന് ഇവിടെ ഇരിക്കുന്നത് പോലും ഞാൻ എറണാകുളത്തുള്ളത് കൊണ്ടാണ്. തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ സാധ്യതകളായിട്ട് കാണണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഉപദേശം അല്ലെങ്കിൽ ഒരു തത്വചിന്ത എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ വരും, മറ്റുള്ളവരടുത്ത് പറയാൻ പറ്റും. എല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുന്നതാകണമെന്നില്ല. അതുകൊണ്ട് അതും പറയണം. എനിക്ക് കേട്ടപ്പോൾ ഡയലോഗ് അങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ ആകെ മോട്ടിവേറ്റഡ് ആയതായിരുന്നു. അല്ല, അത് മോട്ടിവേറ്റഡ് ആകാൻ നമുക്ക് പറയാം. പക്ഷേ എപ്പോഴും ഞാൻ അങ്ങനെയല്ലെന്ന് പറഞ്ഞു. മനുഷ്യനായതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെ അല്ലാതാവും. നമുക്ക് പുല്ല് എന്തിനു വേണ്ടി ഇത്രയും മെനക്കെട്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ മെനക്കെട്ടതിനെ നമ്മൾ സാധ്യത. ഇപ്പം ഞാനത് അതിനുവേണ്ടി ആ പ്രിപ്പറേഷൻസ് ഇപ്പം ജിമ്മിൽ പോകുന്നത് ഞാൻ കണ്ടിന്യൂസ് ആക്കി. മറ്റേത് എനിക്ക് എപ്പോഴും പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് എന്നും ഡോക്ടർമാരെ കാണുമ്പോഴെല്ലാം പറയും ഇച്ചിരി എക്സസൈസിൻ്റെ കുറവുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ബോഡിയെല്ലാം കറക്റ്റാണ്, കുറച്ച് എക്സസൈസും കൂടെ വേണം എന്ന് പറയും. പക്ഷേ അപ്പോഴെല്ലാം ഒരു മടി കാരണം ഇങ്ങനെ പതുക്കെ തള്ളിക്കൊണ്ട് പോയതാണ്. പക്ഷെ ഇപ്പം അത് കണ്ടിന്യൂസ് ആക്കി കുറച്ചുകൂടെ വായന കൂട്ടി. അതൊരു സാധ്യതയല്ലേ? തീർച്ചയായിട്ടും. അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ സംസാരിക്കുമ്പോൾ ശരിക്കും അത്രയും ക്ലോസ് ആയവരുടെ അടുത്ത് നിറയെ സംസാരിക്കും, അല്ലെങ്കിൽ പൊതുവേ ഒരു ഒതുങ്ങിയ മനുഷ്യനായിട്ടാണ് എനിക്കറിയാം. അപ്പോൾ ആ ഒരു ആളുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴാണ് ചേട്ടനെ കുറച്ച് ആക്റ്റീവായിട്ടും അങ്ങനെയൊക്കെ കാണാറ്. അപ്പോൾ ഈ മഹർഷി ഒരു വായാടി എന്ന് പറഞ്ഞ് ഇങ്ങനെ വലിയ വലിയ തത്വങ്ങളൊക്കെ എഴുതിയിടാറുണ്ട്. തത്വങ്ങളല്ല സത്യത്തിൽ, ചിലത് നമുക്ക് റിയാലിറ്റിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ശരി എന്ന് തോന്നുന്ന, എന്നാൽ നമ്മൾ പലരും പറയാൻ ആഗ്രഹിക്കുകയും മടിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. എനിക്ക് എന്നെ കുറിച്ച് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ ഇത്ര കുഴപ്പക്കാരനാണെന്ന് വേറൊരാൾ അറിയുന്നത് തെറ്റാണോ എന്നൊന്നും ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലുമല്ല. പിന്നെ ഈ തത്വചിന്ത എന്ന് പറയുമ്പോൾ ഒരു രസകരമായിട്ടൊരു കാര്യം പറഞ്ഞാലും, നിങ്ങൾ ഒരു വിവാഹം കഴിക്കൂ, നിങ്ങൾക്ക് യോജിച്ച ഒരു ഇണയെ കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ തത്വചിന്തകനാകാം എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും വിവാഹം കഴിച്ചതുകൊണ്ട് ഞാൻ തത്വചിന്തകനായെന്നല്ല അതിനർത്ഥം. അതെ അതെ, അതിന് തിരിച്ച് വീട്ടിൽ കയറി ചെല്ലേണ്ടതുകൊണ്ടൊന്ന് മാറ്റി പറഞ്ഞില്ലെങ്കിൽ അല്ല, നമ്മൾ അപ്പോഴാണ് നമ്മൾ ജീവിതം. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമുക്ക് വലിയ ജീവിതമൊന്നും ഇല്ലെന്നേ. നമ്മൾ കുടുംബം ആകുമ്പോഴാണ് നമുക്ക് ജീവിതം. കാരണം നമ്മളോടൊപ്പം ഒരു ഭാര്യ, മക്കൾ, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ജീവിതം ആക്ച്വലി ഉണ്ടാകുന്നത്. അതിന് മുമ്പ് എന്താണ് ജീവിതം? ഒരാൾക്ക് ഒരു സിംഗിളായിട്ട് കറങ്ങി നടക്കുന്ന ഒരാൾക്ക് അതിനൊരു ലൈഫല്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നാൽ വഴക്കിടാനായാൽ പോലും നമുക്കൊരു ഫാമിലിയും ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഒരു പൂർണ്ണതയുടെ ആവശ്യമാണ്. അപ്പം അങ്ങനെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈ ചിന്തകളൊക്കെ വരുന്നത്. പിന്നെ അതിൽ കുറേ എഴുതിയിട്ടുണ്ട്. മഹർഷി ഒരു വായാടി എന്നുള്ള രീതിയിൽ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. കുറേ എഴുതിയാൽ ഏറ്റവും കൂടുതൽ പലരും എന്നെ വിളിക്കും, ചിലപ്പോൾ നേരിട്ട് വിളിക്കും, ചിലപ്പോൾ കമൻ്റ് ഇടും. അപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം, ഞാൻ ഒരു കാര്യം അതിനകത്ത്, പലപ്പോഴും അച്ഛന് നിസ്സംഗതയോടെ നോക്കിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മയും മക്കളും അച്ഛനെ കുറിച്ച് പറഞ്ഞ് ചിരിക്കുമ്പോൾ നമ്മളെ കളിയാക്കി ചിരിക്കും. ചിലപ്പോൾ എന്താണ് അവർ പറഞ്ഞ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും അവർ അച്ഛൻ മക്കളും അമ്മയും കൂടി ഇരുന്ന് കളിയാക്കും. അച്ഛൻ കണ്ട് അങ്ങനെ. പക്ഷെ നമുക്ക് അന്നേരം ചിരി വരത്തില്ല ചിലപ്പോൾ. കാരണം ചിരിക്കാൻ പറ്റാത്തതിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൻ്റെ തുടക്കമായിരിക്കും. നമ്മുടെ കയ്യിൽ നമ്മൾ ഈ 100 രൂപ വെച്ചിട്ട് 110 രൂപയുടെ ആവശ്യം മാനേജ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ 10 രൂപയുടെ വേറൊരു ആവശ്യം വരുന്നത്. അപ്പോൾ 120 ആവും, നമുക്ക് പറ്റില്ല. അപ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് അവർ ബോധേഡല്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ തെറ്റുമല്ല. അവർ അത്രയ്ക്ക് ബോധേഡുണ്ട്, അത് ചെയ്യാൻ ഞാനുണ്ട്, ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവരത്രയ്ക്ക് കാര്യം അവരുടെ കൊച്ചു ആവശ്യങ്ങൾ പറയുമ്പോൾ അത് ചെയ്തു കൊടുത്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ചിലപ്പോൾ അത് കുറേ അച്ഛന്മാർ, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അച്ഛന്മാരാണ്, അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്. ഒരുപാട് പേര് പറഞ്ഞു ഒരു പോയിന്റ് അതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി വിടും. അത് ചിലപ്പോൾ വായിച്ചതാവാം, ചിലപ്പോൾ കണ്ടതാവാം, ചിലപ്പോൾ അനുഭവങ്ങളാവാം, സ്വാനുഭവമാവാം. എല്ലാം എപ്പോഴും ഓൺ അതല്ല ഇടാറ് അല്ലേ? അല്ല, വാചകങ്ങൾ എൻ്റെ സ്വന്തമായിരിക്കും, പക്ഷേ ഇൻസ്പിറേഷൻസ് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു പോയിന്റ് ഇപ്പം എന്നിലേക്ക് കണക്ട് ചെയ്യാത്ത ഒരു സാധനം ഞാൻ എഴുതിയിട്ടില്ല. അത് എവിടെയെങ്കിലും കേട്ടിട്ടുള്ളൂ, അത് ഞാനുമായിട്ട് കണക്റ്റഡ് ആണല്ലോ, അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിച്ചിട്ട് എഴുതാറുണ്ട്. അപ്പോൾ അത് പിന്നെ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ എഴുതണോ അങ്ങനെ ആരും ചോദിക്കുക അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ഇല്ല, എല്ലാവരും പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. മഹർഷി എന്താ മഹർഷി, മുൻഷിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലർ ഇപ്പം മഹർഷിന്ന് വിളിക്കുന്നുണ്ട്. എന്താ മഹർഷി? ആ പേരെവിടുന്ന് ഒപ്പിച്ചു? അതൊരു മോഷണമാണ്. അതായത് എൻ്റെ കരുനാഗപ്പള്ളിയിൽ മഹർഷി ഒരു നാടക സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം ഉണ്ടായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിരുന്ന ഒരു ചെറിയൊരിക്കൽ ജയകുമാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സമിതിയായിരുന്നു. എന്നോട് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായ മനുഷ്യനാണ്. മഹർഷി ഒരു നാടക സംഘം എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോഴേ ഞാൻ അത് ആലോചിച്ചു. അതുവരെ എൻ്റെ മനസ്സിൽ കയറി വന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇത് ഞാൻ എൻ്റെ കുഞ്ഞുകാലത്തുള്ളതാണ്.
ആ പേര്. അപ്പം വായാടി എന്ന് പറഞ്ഞാൽ എന്തും പറയാൻ പറ്റുമല്ലോ, വായാടി. ഇപ്പൊ മഹർഷി ഒരു വായാടിയാക്കി. ലൈസൻസേ ആവശ്യമില്ല. അതെ അതെ, എന്തും പറയാം, അപ്പൊ ആരും ഒന്നും ചോദിക്കില്ല. ഇപ്പോൾ രഞ്ജിത്തേട്ടനെ ഞാൻ കാണുന്ന കാലം തൊട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ നിരന്തര വായന, പിന്നെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ്. അത് ചെറുപ്പം മുതലേ അങ്ങനെ ഉള്ളതാണോ? അങ്ങനെ വളർന്നു വന്ന സാഹചര്യങ്ങളാണോ രഞ്ജിത്തേട്ടനെ ഇങ്ങനെ രൂപപ്പെടുത്തിയത്? അതോ നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇങ്ങനെയല്ല, ഇങ്ങനെ കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ ആവണം എന്ന രീതിയിൽ രഞ്ജിത്തേട്ടൻ എടുത്തൊരു മാറ്റമാണോ? എങ്ങനെയാണത്? അല്ല, അതിന്റെ വളർത്തു ദോഷമാവാം അല്ലെങ്കിൽ വളർത്തു ഗുണമാവാം. എൻ്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പട്ടാളത്തിൽ ചെറിയ ജോലിയായിരുന്നു, പക്ഷേ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ പുള്ളി മേജറായിരുന്നു അവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ഞങ്ങൾ ഡിസിപ്ലിൻ മാത്രമല്ല, പുസ്തകം വായിപ്പിക്കാൻ ഞങ്ങളെ പുസ്തകത്തിലേക്ക് അടുപ്പിച്ചത് പുള്ളിക്കാരനാണ്. സ്കൂൾ ലൈബ്രറി ഉണ്ട്, സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുറത്തൊരു മഹാദേവ ഗ്രന്ഥശാലയുണ്ട്, അവിടെ നിന്ന് പുസ്തകം എടുപ്പിക്കുകയും അത് വായിച്ചെന്ന് ഉറപ്പുവരുത്തുകയും. പുള്ളിക്കാരൻ സൺഡേ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ഒരു 25 പേജ് പുള്ളി പറയും, ഇന്ന് 110 മുതൽ 135 വരെയുള്ള പേജ് ഇന്ന് വായിക്കണം. എന്നിട്ട് പുള്ളി എന്തെങ്കിലും കഴിഞ്ഞാൽ ഈ പേജിനകത്ത് എവിടേക്ക് ഇടുമെന്നെങ്കിലും ചോദിക്കും. രവി എന്ന കഥാപാത്രം മറ്റേ ആളിനോട് പറഞ്ഞ് എന്താണെന്നൊക്കെ ചോദിച്ചോളയും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ വായിപ്പിച്ച്. പിന്നെ ജനറൽ നോളജ്, ലേറ്റസ്റ്റ് ഹൂസ് ഹൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വലിയ ഒരു രജിസ്റ്റർ പോലെ എടുത്തിട്ട് അതിനകത്ത് എഴുതി വയ്ക്കും. അത് എഴുതി വെച്ചിട്ട് ഇത് നമ്മളെ കൊണ്ട് പഠിപ്പിക്കും. വേൾഡ് കറൻസീസ്, ക്യാപിറ്റൽസ്, അങ്ങനെ എല്ലാം പുള്ളി എഴുതി വയ്ക്കും. എന്നിട്ട് നമ്മളെ കൊണ്ട് പഠിപ്പിക്കും. അങ്ങനെ കുറേ പഠിപ്പിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മളെ അടുപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മളെ കുറേ ചിന്തകളുണ്ടാക്കി. പിന്നെ എപ്പോഴും ഇന്നലെ ചെയ്തത് ഇന്ന് തെറ്റായിട്ട് തോന്നുന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ തോന്നണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ 90ാമത്തെ വയസ്സിലും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ വളർന്നിട്ടില്ല. അപ്പൊ ഈ ഒരു പുഴയെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ഒഴുകിയ പുഴയല്ല ഇത്, ഇന്ന് പുതിയ പുഴയാണെന്ന് പറയുന്ന പോലെ പുതിയ ആളായിട്ട് തന്നെ നിൽക്കണമെന്നാണ്. അപ്പം ഞാൻ അങ്ങനെ കുറെ അറിയുന്നതനുസരിച്ച് എൻ്റെ ചിന്തകളിലും കാഴ്ചപ്പാടിലും മാറ്റം ഉണ്ടാക്കും. ഇപ്പം നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുവരെ സംസാരിച്ചത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അത് കറക്റ്റ് ചെയ്തിട്ട് നാളെ മുതൽ ഞാൻ മാറ്റും. അപ്പൊ അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് മാറ്റമുണ്ട്. പിന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് പൊതുവെ ഉണ്ട് പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ. റോഡ് വക്കിൽ നമ്മൾ ദിനം എത്രമാത്രം നിയമലംഘനങ്ങളും നീതി നിഷേധങ്ങളും കാണുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഇറങ്ങി നിന്നിട്ട് എന്തോടെ കാണിച്ചൊന്നും ഞാൻ ചോദിക്കാൻ പറ്റില്ല എനിക്ക്. കാരണം ആവശ്യമില്ലാതെ ഞാൻ അടി വാങ്ങിച്ചു വയ്ക്കും. പക്ഷെ എനിക്ക് പറയുന്നിടത്ത് പറയാനൊരു സ്പേസ് കിട്ടിയാൽ അതിന് കൃത്യമായി നമ്മളെ കേൾക്കാൻ ആളും ഉണ്ടെന്നുള്ളിടത്ത് ഞാനത് സംസാരിക്കാറുണ്ട്. ഓക്കെ. ഇപ്പം മക്കളുമായിട്ട് രഞ്ജിത്തേട്ടൻ എങ്ങനെയാണ് ഇപ്പം ഈ ഒരു ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ മക്കളുടെ റോൾ എത്രയാണ്? എങ്ങനെയാണ് രഞ്ജിത്തേട്ടൻ എന്ന അച്ഛനും മക്കളുമായിട്ടുള്ള ഒരു റിലേഷൻ? എൻ്റെ അച്ഛനും ഞാനും തമ്മിലുള്ള റിലേഷൻ പോലെ തന്നെയാണ്. ഞാനും കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ കൊണ്ടുവരും, അവർ മൈൻഡ് ചെയ്യില്ല. മറ്റേതാണ് ഞാൻ മൈൻഡ് ചെയ്തില്ലേ അച്ഛനെ അടിക്കുമായിരുന്നു. ഞങ്ങൾ നിർത്തി അടിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഞങ്ങൾ റെഡിയാക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അടിക്കാൻ പറ്റത്തില്ല, അടിച്ചാലൊന്നും അവർ മൈൻഡ് ചെയ്തൊന്നുമില്ല, അതുകൊണ്ട് അടിയില്ല. പിന്നെ സ്വയം ഇതിനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി പിണങ്ങിയിരിക്കുക. ഞാനും അവരും തമ്മിൽ പിണങ്ങി മിണ്ടാതിരിക്കുക. ഞങ്ങൾ രണ്ടും എല്ലാം വ്യക്തികളായിട്ട് തന്നെ കാണുന്നു. അപ്പം മകൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മോളെന്നുള്ള രീതിയിൽ ഇപ്പം രണ്ട് ദിവസമായിട്ട് മോളുമായിട്ട് മിണ്ടാറില്ല ഞാൻ. എന്നിട്ട് ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചാൽ, രശ്മി അടുത്ത് പറയും, വൈഫിൻ്റെ അടുത്ത് പറയും, ആ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചാൽ വല്ലതും കഴിക്കുന്നോന്ന് എന്നൊക്കെയാണ്. അപ്പോൾ ഇല്ല, അയാളവിടെ നിന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പിണങ്ങിയിരിക്കുക. പിന്നെ ഇവർക്ക് എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ ഇപ്പം നമ്മൾ വളർന്നു വന്ന് നമ്മളെക്കാളും ബോധം നമ്മുടെ മക്കൾക്കുണ്ട് പല കാര്യങ്ങളിലും. അവർ ചിലപ്പോഴൊക്കെ എന്നെ പിടിച്ചെടുത്ത് ഉപദേശിക്കാറുണ്ടെന്ന്. ഞാനാണ് അച്ഛൻ്റെ ഉപദേശം കേട്ട് ഒരു വഴിക്കായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം മക്കളുടെ എൻ്റെ ഈ കാലഘട്ടത്തിൽ വളർന്നവരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, അച്ഛൻ ഒരു റേഡിയോ വാങ്ങിക്കുമ്പോൾ അലമാരയുടെ മേളിൽ കൊണ്ട് റേഡിയോ വയ്ക്കും. ഇത് ആരും തുടരുത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ആവശ്യമുള്ളപ്പോൾ ഓണാക്കും, ഓഫാക്കും. നമ്മൾ തൊട്ടാടിയാ. അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഫോൺ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടെ, ഞാൻ ശരിയാക്കി തരാം, അവർ വാങ്ങിക്കും. നമുക്കിതൊന്നും പിടിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ പറഞ്ഞ ടെക്നിക്കലി നോക്കി അന്ന് നമുക്ക് തലയ്ക്ക് മേലെ ഒരു അച്ഛനുണ്ട്, ഇന്നും ഉണ്ടെന്നുള്ള അവസ്ഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പൊതു വികാരം എന്ന ഭയമാണ്. അന്ന് അച്ഛനെ പേടിച്ച് ജീവിച്ചു, കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നു. ഭാര്യയെ പേടിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ഭാര്യ എടുത്തിട്ട് ഇടിക്കുന്നുള്ളതല്ല, നമ്മൾ ഭാര്യയെ സ്നേഹം കൊണ്ടുള്ള ഭയം ഉണ്ടല്ലോ, അത് പേടിക്കുന്നു. ഇപ്പം മക്കളെ എന്ന് പറഞ്ഞാൽ മക്കളെ സ്നേഹം കൊണ്ടാണോ, പിന്നെ അല്ലാതെ എന്ത് തരത്തിലുള്ള അവരെ പേടിയാണ്. ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, എല്ലാ കാര്യത്തിലും അവരുടെ കണ്ണു പുറയിലാണ്. ഇപ്പോൾ രഞ്ജിതൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ സാധ്യതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് സ്വന്തമായിട്ടുള്ള തിരുവനന്തപുരത്തെ വീട് പൂട്ടിയിട്ട് ഇവിടെ വന്ന് വാടകയ്ക്ക് എറണാകുളത്ത് താമസിക്കുന്നു എന്ന് പറഞ്ഞു. അത് എത്രത്തോളം രഞ്ജിത്തേട്ടന് ഇപ്പോൾ ഒരു സാധ്യതയായി എന്ന് തോന്നുന്നുണ്ട്? എറണാകുളത്ത് വന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് വരാൻ മാറി ചിന്തിക്കുന്ന മോൻ അവിടെ സൈനിക് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സൺഡേസിലും മാത്രമേ മോനെ കാണാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിരിക്കണം.
എൻ്റെ അടുത്ത് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ എറണാകുളത്തുള്ള സുഹൃത്തുക്കൾ അന്ന് എൻ്റെ പറയുമായിരുന്നു, രഞ്ജിത്ത് നീ എറണാകുളത്ത് വരുന്നതാണ് നല്ലത്, കാരണം ഇവിടെയാണ് സിനിമ ഒക്കെ ഉള്ളത്, നമുക്ക് ആരെങ്കിലും കാണാനോ കേൾക്കാനോ ഒക്കെ പറ്റുന്നത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഞാൻ തൃപ്തനായിരുന്നു തിരുവനന്തപുരം കൊണ്ട്, കാരണം കുറേ ചാനൽസ് ഉണ്ട്, ഏതെങ്കിലും ചാനൽ പ്രോഗ്രാം ഒക്കെ ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ മോനൊക്കെ അവിടെ. അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് NDA ഒന്നും വേണ്ട, അങ്ങനെ ഡിഫൻസിലേക്ക് ഒന്നും പോകുന്നില്ല, ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോവാണ്, സിനിമ പഠിച്ചാൽ മതി, അങ്ങനെ ചെന്നൈയിൽ അദ്ദേഹം പോയി. പിന്നെ അപ്പോൾ സ്കൂളുമായിട്ട് നമുക്ക് അവിടെ നിരന്തരം നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. TV-യുമായിട്ട് ബന്ധപ്പെട്ട സീരിയലുകാർക്കൊക്കെയാണെങ്കിൽ അത്യാവശ്യം എന്നെ അറിയാം, എന്തെങ്കിലും അവരെന്നെ വിളിക്കും, ഞാൻ എവിടെ ആണെങ്കിലും എന്നെ അങ്ങനെ ഇഷ്ടമുള്ളവർ കുറച്ച് പേരുണ്ടല്ലോ. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ഒരു മേഖല സിനിമയും, പിന്നെ ചാനലുകളിലേക്ക് എറണാകുളത്തേക്ക് വരികയും ചെയ്തു. നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിൽ ഇവിടെ എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളും ഇപ്പോൾ എറണാകുളത്തുള്ളൂ, അവിടെ ഒന്നുമില്ല, മൊത്തം ട്രൈ ആയി. അപ്പോൾ അത് ഇവിടെ വന്നു. അപ്പോൾ പിന്നെ മോൾക്ക് ഡാൻസ് പഠിക്കാനാണ് ഇഷ്ടം, പഠിത്തത്തിൽ വലിയ താല്പര്യം. അപ്പോൾ വിനീതിന് ഒരു ഡാൻസ് സ്കൂളുണ്ട് ഇവിടെ വെണ്ണൽ എരൂര്, അപ്പോൾ അവിടെ ചേർത്തു മോളെ. അപ്പോൾ അയാൾക്ക് അവിടെ ആയി. മോൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിയുമ്പോഴത്തേനും എറണാകുളം തന്നെ ആയിരിക്കും അയാളുടെ ഒരു പ്രവർത്തന മേഖല. പിന്നെ ഞാനും ഈ പറഞ്ഞപ്പോൾ ചെയ്യുന്ന മിസ്സസ് ഹിറ്റ്ലർ സീരിയലിൽ ഒരു 8-10 ദിവസമാണ് ഒരു മാസം നമുക്ക് കിട്ടുക, ബാക്കി 20 ദിവസം നമ്മൾ ഫ്രീ ആണ്. ആ സമയം നമ്മൾ വേസ്റ്റായി കളയാണ്. അവിടെ തിരുവനന്തപുരത്ത് ഒന്നും ചെയ്യാനില്ല, പുറത്തോട്ടിറങ്ങിയാൽ ആരെയും കാണാനില്ല, വല്ല മീൻ കച്ചവടക്കാരോ ആക്രി കച്ചവടക്കാരോ അല്ലാണ്ട് അവിടെ നമുക്ക് ആരെയും അങ്ങനെ കാണാൻ കിട്ടുന്നില്ല. ഇവിടെ ഞാൻ പുറത്ത് എൻ്റെ ഫ്ലാറ്റിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അതുവഴി 2 സിനിമക്കാരെങ്കിലും പാസ് ചെയ്യും, ആരെങ്കിലും അവർ ജസ്റ്റ് ഇങ്ങനെ ഒരുത്തും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നെങ്കിലും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സൗഹൃദങ്ങൾ പുതുക്കാനും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും മീറ്റ് ചെയ്യാനും സിനിമ സംബന്ധിയായിട്ടുള്ള ചില കഥകൾ പറയാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് ഭാവിയിലുണ്ടാകും, വരും ദിവസങ്ങളിലുണ്ടാകും. ഒരു സിനിമ ഇന്നും പെട്ടെന്നൊന്നും തുടങ്ങത്തില്ലല്ലോ, പെട്ടെന്ന് സംഭവിക്കത്തില്ല, അതിനൊരു പ്രോസസ്സുണ്ട്. ഒരു TV പ്രോഗ്രാം ആണെങ്കിലല്ലോ ഒരു 2 പ്രാവശ്യത്തെ മീറ്റിങ്ങോ ഒരു 3 പ്രാവശ്യത്തെ മീറ്റിങ്ങിലോ അടുത്ത മാസം തുടങ്ങാമെന്ന് പറയും. ഇത് പറ്റില്ലല്ലോ. അപ്പോൾ അതിന്റെ സമയം എടുക്കും, അതിന് റിസൾട്ട് എനിക്ക് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം 19-ാം നൂറ്റാണ്ട് ചെയ്തിരുന്നു അല്ലേ? വേറെ ഏതാ പടങ്ങള് ഇനിയിപ്പോ റിലീസ് ആവാനുള്ള ഒരു കടന്നൽ കഥ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. പിന്നെ ഇപ്പൊ 2 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഒറ്റമരം എന്ന് പറയുന്ന ഒരു സിനിമയും ഇതുവരെ എന്ന് പറയുന്ന ഒരു സിനിമയും ഇപ്പൊ അഭിനയിച്ച ഇതുവരെയിൽ റാണിയും ഉണ്ട്. അപ്പൊ ഷാജോൺ വർഷങ്ങൾക്ക് ശേഷം ഷാജോണുമായിട്ടൊക്കെ ഒന്ന് അഭിനയിക്കാൻ പറ്റി. അതൊക്കെ കുറച്ച് കാര്യം. ബാബു നമ്പൂതിരിയായിട്ടാണ് ഒറ്റമരം എന്നൊരു സിനിമയിൽ. ബാബു സാർ അദ്ദേഹത്തിനെ പോലുള്ള സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് ഒന്ന് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം സംഭവിച്ച മാറ്റങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്തൊരു വലിയ ഷോയുടെ ഭാഗമാകാൻ വേണ്ടി അതിനകത്തൊക്കെ വരികയും, പക്ഷേ അതിന് നിർഭാഗ്യവശാൽ ഒന്നും സംഭവിക്കാതെ മാറിയിരിക്കും. അപ്പൊ അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റങ്ങളായിട്ട് ഞാൻ കാണുകയാണ്. അത് നമ്മൾ വേറെന്തോ വലിയൊരു സാധ്യതയിലേക്കായിട്ട് തീർച്ചയായിട്ടും അത് വേറെ വരും. അല്ലേ പിന്നെന്താണ്, ഇത് ലോകം ഇങ്ങനെ കിടക്കില്ലേ നമ്മുടെ വീട്ടിൽ. അതെ. അപ്പൊ എന്തായാലും രഞ്ജിത്തേട്ടന്റെ ഈ ഒരു സ്പിരിറ്റും വെച്ച് കൂടുതൽ നല്ല നല്ല ഓപ്പണിങ്സും ഒക്കെ ആയിട്ട് കൂടുതൽ സിനിമകളൊക്കെ ആയിട്ട് രഞ്ജിത്തേട്ടൻ, അപ്പോഴും രഞ്ജിത്തേട്ടന്റെ മറ്റു ആക്ടിവിറ്റീസ് രഞ്ജിത്തേട്ടൻ ഇങ്ങനെ കൂടെ കൊണ്ടുപോകല്ലോ. ഇപ്പോഴും സീരിയലിലൊക്കെ മിസ്സസ് ഹിറ്റ്ലർ അറിയാം, ഒരു പത്രം അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു മാസിക അല്ലെങ്കിൽ വാരിക എന്തെങ്കിലും, അതും അല്ലെങ്കിൽ ഒരു ബുക്ക്, ഇത് 3 ഏതെങ്കിലും ഒരെണ്ണം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഇതുമായിട്ട് വരുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഫോണിൽ നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റും, അത് കഴിയുമ്പോൾ നമുക്ക് ഫോൺ മടുക്കും, മാറ്റി വയ്ക്കേണ്ടി വരും. അത് എപ്പോഴും ഫോണിൽ നീക്കിയിരിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ഈ പുസ്തകം എടുക്കണം. റാണിയൊക്കെ ഒരുപാട് വായിക്കുന്നവരാകുമ്പോൾ അത് മനസ്സിലാകും. അക്ഷരം കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ചിന്ത. നമ്മുടെ യാത്രയിലോ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചിലപ്പോൾ 2 പേജ് എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ, 2 പേജ് മതി. അപ്പൊ അത് അങ്ങനെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു ഉപദേശവും അതാണ്, എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക. അത് കൈ കിട്ടുന്ന ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്ര പേരുണ്ട് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ. പണ്ട് ഈ പറഞ്ഞ അച്ഛൻ വായിപ്പിച്ചതുകൊണ്ട് നമ്മൾ കുറച്ചപ്പോഴും വായിക്കുന്നു. അത് വായിച്ചില്ലെങ്കിൽ എന്തോ പൂർണ്ണതയില്ലാത്ത പോലെ, അന്നത്തെ ദിവസത്തിൽ എന്തോ ഒരു അല്ലേ. അപ്പൊ എല്ലാവർക്കും എന്താ റാണിയുടെ ആയിട്ട് ഇത്രയും നേരം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വായനയും അക്ഷരങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരാളുമായിട്ട് കുറച്ചു നേരം സംസാരിക്കുന്നതിൻ്റെ ഒരു സുഖം കിട്ടി. അപ്പം എനിക്കും അതേപോലെ തന്നെ തിരിച്ച് ഒരുപാട് എന്താ പറയുക, രഞ്ജിത്തേട്ടൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കേൾപ്പിക്കാൻ പറ്റി. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇനി കൂടുതൽ സാധ്യതകൾ, കൂടുതൽ കഥാപാത്രങ്ങൾ രഞ്ജിത്തേട്ടൻ്റെതായിട്ട് വരട്ടെ. ഈ ഒരു സമയത്തിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. വളരെ സന്തോഷം. നമുക്ക് വീണ്ടും കാണാം.